പ്ലാന്റേഷൻ കണ്ടു. ഈ ഒരു വലിയ മരമാണോ ചെറിയ പ്ലാന്റാണോ? കാണുമ്പോൾ ചെറിയ പ്ലാൻ കട്ട് ചെയ്ത് ചെറിയ പ്ലാന്റാക്കി വെച്ചേക്കും. ഈ വന്നിട്ട് വലിയ മരമാണ്. വലിയ മരം എളുപ്പത്തിൽ ലീക്ക് ഒഴിക്കാൻ പറ്റും. ഫസ്റ്റ് റീസൺ. രണ്ടാമത്തെ റീസൺ വന്നിട്ട് ഒരു മരം വലുതായിട്ടുണ്ടെങ്കിൽ ഒരു ചെറുതായിട്ടുണ്ടോ എല്ലാ ലീവിലും ഒരേപോലെ സൺലൈറ്റും റൈറ്റ് ഫുഡും കിട്ടുന്നില്ല. ഒരുപോലെ കിട്ടിയാൽ മാത്രമേ ഈക്വൽ ടേസ്റ്റ് ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ ആദ്യം ടീ പ്ലാന്റേഷൻ ഇടുമ്പോൾ ഒരു 6 മാസം ആകുമ്പോൾ ലെവൽ കിട്ടി. അത് കഴിഞ്ഞിട്ട് 3 വർഷം കൂടുമ്പോൾ സെയിം ലെവൽ കിട്ടി. അത് കാണുമ്പോഴാണ് ചെറിയ പ്ലാൻ. ട്രീ ആണ് ഇതിന്റെ ലൈഫ് വന്നിട്ടുള്ളത്. മൂന്നാമത് ടീ കുടിച്ചത് ബ്രിട്ടീഷാണ് 1880. ഇതുവരെ 110 വർഷമായിട്ട്. ഈ ഒറിജിനലി കണ്ടുപിടിച്ചത് ചൈന. അവർക്ക് ലൈഫ് കൂടുതലാണ്. 3000-4000 വർഷം പഴക്കം. ടീയുടെ ബൊട്ടാണിക്കൽ ലൈഫ് വന്നിട്ട് കെമേലിയ സിൻസിസ്. നമ്മൾ ഈ ഗ്രീൻ ലീഫിലും ഈ പറിക്കുന്ന സീസൺ വെച്ചാൽ നല്ല സീസൺ എന്ന് പറഞ്ഞാൽ ഒരാഴ്ച മഴ വേണം, ഒരാഴ്ച വെയിൽ വേണം. അത് നല്ല സീസണാണ്. നമ്മൾ ഒരാഴ്ച കൂടുമ്പോൾ ലീഫ് പൊടിക്കും. ഓഫ് സീസൺ എന്ന് പറയുമ്പോൾ 10 ദിവസം ഒരിക്കലും. പക്ഷേ ഈ ഒരേ ഇലയിൽ മെയിനായിട്ട് 4 വേണ്ടി ചായ ഉണ്ടാകും. വൈറ്റ് ടീ, ഗ്രീൻ ടീ, ഓർത്തഡോക്സ് ബ്ലാക്ക് ടീ, CPC ബ്ലാക്ക് എന്ന് പറഞ്ഞ് 4 വേണ്ടി ചായ ഉണ്ടാകും. സെയിം ഒരേ ഇലയിൽ. പക്ഷെ ഇതിന്റെ പ്രോസസ്സിങ് വേണം ഒരേ. ഏറ്റവും ടോപ്പിലാണ് പറ്റില്ല. ഈ കിളുന്ന് മാത്രം. ഇത് ചെറിയ പട്ടാണ്. ഹെൽത്തിയായിട്ടുള്ള പട്ട് മാത്രം കൈകൊണ്ട് പറഞ്ഞിട്ട് വെളുത്തിട്ട് ഉണക്കി വാങ്ങി. അതിന്റെ പേരാണ് വൈറ്റി എന്ന് പറയുന്നത്. പക്ഷെ ലോകത്തിൽ വില കിട്ടില്ല. കിലോ 16,000-50,000 വിലയുണ്ട്. പക്ഷെ വൈറ്റി വന്നിട്ട് ഹൈ ആന്റി ഓക്സിഡന്റ് ആണ്. നമുക്ക് ഹാർട്ട് ബ്ലോക്ക്, കൊളസ്ട്രോൾ, ആന്റി ക്യാൻസർ, ഇമ്മ്യൂണിറ്റി പവർ കൂട്ടും, സ്കിന്നിനെതിരെ ഡിസീസ് മാറും. പക്ഷെ വൈറ്റി വന്ന് മാർക്കറ്റിൽ കിട്ടുന്നില്ല. അതിന്റെ പ്രൊഡക്ഷൻ തീരെ കുറവാണ്. രണ്ടാമത് ഗ്രീൻ ടീ. ഇതിന്റെ കളറാണ് ലീവ്സ്. ഈ 2 ലീവ്സ് മാത്രം പറിച്ചിട്ട് വേറെ പ്രോസസ് ഒന്നും ചെയ്യില്ല. ലീവ്സ് വാഷ് ചെയ്യും. വാഷ് ചെയ്തിട്ട് സ്റ്റീം ചെയ്യും. സ്റ്റീം ചെയ്തിട്ട് റോളിംഗ് ചെയ്ത് വെളുത്തിട്ട് ഉണക്കി വാങ്ങി. അത് ഗ്രീൻ ടീ ആണ്. ഗ്രീൻ ടീയും വൈറ്റ് ടീയും ഇതിലേക്ക് ഫെർമെന്റിംഗ് ഉണ്ടാവും. അതുകൊണ്ട് ആന്റി ഓക്സിഡന്റ് വാല്യൂ കൂടുതലാണ്. നമ്മൾ എംറ്റി സോപ്പ് കുടിക്കാൻ പാടില്ല. ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ഇല്ല. ഈ ഫുഡ് പ്രോഡക്റ്റ് ആണ്. അത് കെമിക്കൽ ചേർത്താൽ മെഡിസിൻ ആവുമല്ലോ. വേറെ ഒന്നുമില്ല. അതിനകത്ത് എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ നമുക്ക് ഈ ബ്ലാക്ക് ടീക്കും ആന്റി ഓക്സിഡന്റ് ഉണ്ട്. ഫെർമെന്റ് ചെയ്യുമ്പോൾ ആന്റി ഓക്സിഡന്റ് കാര്യം കുറയും. പിന്നെ ഗ്രീൻ ടീ ആകുമ്പോൾ എന്ത് ചെയ്യുന്നത് ലീഫ് തൊട്ടിട്ട് വാഷ് ചെയ്യും. സ്റ്റീം ചെയ്യും. സ്റ്റീം ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ലീഫിനകത്ത് ഒരു 3-4 എൻസൈം ഉണ്ടാവും. ക്ലോറോഫിനാൾ, ഓക്സിഡൈസ്, കാറ്റജിൻ, ക്ലോറോഫിനാൾ എന്ന് പറഞ്ഞിട്ട് ഒരു എൻസൈം ഉണ്ടാവും. നമ്മൾ സ്റ്റീം ചെയ്യുമ്പോൾ ക്ലോറോഫിനാൾ മാത്രമേ ഉണ്ടാവും. ഈ ഓക്സിഡൈസ് വന്ന് റിമൂവ് ആയിട്ട് ഈ ക്ലോറോഫിനാൾ ചെയ്യാന്ന് വെച്ചാൽ അത് പെട്ടെന്ന് കട്ടി കുറച്ച് ഈ ടീസില്ല. ഇത് മണം ഉണ്ടാവും. പിന്നെ ഡ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഫെർമെന്റിംഗ് സ്റ്റാർട്ടാണ്. ഫെർമെന്റിംഗ് ക്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലാക്ക് ചെയ്യാൻ ഒരിക്കലും വിട്ട് എൻസൈം ചെയ്യാൻ പാടും. ഗ്രീൻ ടീ വൈറ്റ് വന്നിട്ട് ഇതിലേക്ക് ഫെർമെന്റിംഗ് ഇല്ല. ഇതിലേക്ക് പറഞ്ഞാൽ പാടിക്കുന്നത് ഫെർമെന്റിംഗ് വന്നാൽ ഈ ഫെർമെന്റിംഗ് കാണിക്കാൻ പറ്റും. ആ ഫെർമെന്റിംഗ് വന്നിട്ട് ചെയ്യത്തില്ല. അതുകൊണ്ട് ആന്റി ഓക്സിഡന്റ് വാല്യൂ കൂടുതലാണ്. അതുകൊണ്ട് അത് എംറ്റി സോപ്പിൽ കുടിക്കാൻ പാടില്ല. ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം എംറ്റി സോപ്പിൽ കുടിച്ചാൽ അതിനകത്ത് നല്ല ബാക്ടീരിയ പോകും. ഈ ആൾക്കാർ വൈറ്റ് ടീ ഗ്രീൻ ടീ മാത്രമേ സെപ്പറേറ്റ് ആയിട്ട് കൈകൊണ്ട് പറയും. ബ്ലാക്ക് ടീക്ക് സെപ്പറേറ്റ് ചെയ്യില്ല. സിസിൽ വെച്ചിട്ട് എല്ലാ രീതിയിലും ആദ്യത്തെ പ്രാവശ്യം ചെറുതായിട്ട് വാടിക്കും വരില്ല. ഇല്ലെങ്കിൽ ഈ ബ്രഷിനകത്ത് ബ്രഷിംഗ് റോളിംഗ് ചെയ്യുമ്പോൾ ജ്യൂസൊക്കെ ചാറുമായ ടേസ്റ്റ് വരും. അപ്പോൾ അതുകൊണ്ട് ചെറുതായിട്ട് വാടിക്കും വരുന്നത്. അതിൻ്റെ പേരാണ് ഉദ്രയും. അതുകൊണ്ട് ഈ കാലത്തിന് ശേഷമാണ് നമ്മൾ ബ്ലാക്ക് ടീ പ്രോസസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബ്ലാക്ക് ടീ 2 ടൈപ്പ് ഓർത്തഡോക്സ് ടീ. ഈ ഓർത്തഡോക്സ് ടീ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റിയാണ്. നേരത്തെ പണ്ടത്തെ ബ്രിട്ടീഷ് ഈ ചായ ഉണ്ടായിരുന്നു. ഇതിൻ്റെ പേര് ഓർത്തഡോക്സ് ടീ ഓർഡറാണ്. ഉള്ളിൽ ഇട്ടിട്ട് ഉള്ളിൽ ബ്രഷ് പ്ലേറ്റ് റോളിംഗ് മാത്രം ചെയ്യും. ശരിക്കും റോളിംഗ് ചെയ്യുമ്പോൾ ലോങ് ലീവ് ആവും. അത് കഴിഞ്ഞ് ഫെർമെന്റിംഗ് ചെയ്തിട്ട് ഫെർമെന്റിംഗ് ചെയ്യുമ്പോൾ ടീ സ്മെല്ല് അരോമ ഉണ്ടാവും. കളർ മാറും. വീട്ടിൽ നിന്ന് ബ്രൗൺ കളറായിട്ട് മാറും. പിന്നെ ഡ്രൈ ചെയ്ത് മാറും. ഇത് കിട്ടഞ്ചായി മാറും. പക്ഷെ വില കൂടുതലാണ്. ഒരു കിലോ മിനിമമായിട്ട് കുറഞ്ഞതിൻ്റെ പേര് പ്രധാനമായാണ്. ഇതൊരു ലീവ് ഇടുമ്പോൾ ഇത് റപ്ചറിങ് ചെയ്യും. റപ്ചറിങ് ചെയ്യുമ്പോൾ അതിന് മൈലാഞ്ചി സ്മെല്ല് ഉണ്ടാവും. മൈലാഞ്ചി സ്മെല്ല് ടീൻ്റെ സ്മെല്ല് ഉണ്ടാവില്ല. മൈലാഞ്ചി സ്മെല്ല്. ഇപ്പോൾ റപ്ചറിങ് ചെയ്യുമ്പോൾ ഇതിലുള്ള എൻസൈമൊക്കെ കൺവേർട്ടായി. ഇപ്പം ചുമ്മാ വെറുതെ കുറച്ച് നേരം ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ കളർ തന്നെ മാറും. ഗ്രീൻ നിന്ന് കാപ്പി കൊണ്ട് ഓക്സിഡൈസ് ആവും. അന്നേരം ടീ സ്മെല്ലാവും. ഇതിൻ്റെ പേരാണ് CPC, ക്രഷിംഗ്, ടിയറിംഗ്, കർലിംഗ്. അങ്ങനെ 4 പ്രാവശ്യം കെട്ടി ചെറുതായിട്ട് ഗ്യാസിൽ എടുക്കുന്നത്. ഇനി വെറുതെ അതിനകത്ത് കളയണ്ട. അതാ എടുക്കുന്നത്. അവൻ എടുക്കുന്നത് 2 വേണ്ട.